ഹലോ, ഞാനിന്നും ഒരു ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ സ്റ്റിച്ചിൻ്റെ പേരിന് ഒരു പ്രത്യേകതയുണ്ട്. ഖമാൽ കടായി എന്ന് പറയുന്നതാണ് കേട്ടോ ഈ സ്റ്റിച്ചിൻ്റെ പേരെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് പ്രത്യേകം യൂസ് ആക്കുന്ന നമ്മുടെ ചുരിദാറിലും സാരിയിലും എല്ലാത്തിലും യൂസ് ആക്കാം. പക്ഷേ ഞാൻ അതിലൊക്കെ യൂസ് ആക്കാം എന്നാണല്ലോ എല്ലാ സ്റ്റിച്ചിനും പറയുന്നത്. പക്ഷേ ഈ ഒരു എംബ്രോയിഡറി വന്നിട്ട് നമുക്കൊരു ഫ്ലവർ പോട്ടിനൊക്കെ ആയിട്ട് യൂസ് ആക്കാനൊക്കെ പറ്റും. അതായത് നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഫ്രെയിമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്റ്റിച്ച് കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ, കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ചിനായിട്ട് ഇതിനായി കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ജസ്റ്റ് ഇതൊന്ന് പഠിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞ തീയതിയിൽ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു നേക്ക് കിട്ടി കഴിഞ്ഞ തീയതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ചതിന് ശേഷം അവിടെ ഇതുപോലെ തന്നെ നമുക്ക് മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേ 1, 2, 3, 4, 5, 6 ഞാൻ ഇങ്ങനെ ഒരു ഇത് വരച്ചിരിക്കുന്നില്ലേ, സെയിം രൂപത്തിൽ തന്നെ വരയ്ക്കുക. ശേഷം അതിലെല്ലാത്തിലും ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ലയോ, ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാൻ വേണ്ടി. അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നൂലെടുക്കുന്നത് 2 ഭാഗത്തും നമ്മൾ ഡബിൾ ലെയർ നൂലായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. പിന്നെ നൂലിൻ്റെ കട്ടി കൂടുന്തോറും ഭംഗി കൂടുമെന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഉയരം കൂടുന്തോറും ചായയുടെ ഭംഗി കൂടുമെന്ന് പറയുന്നില്ലേ, രുചി കൂടുമെന്ന് പറയുന്നില്ലേ, ആ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടി കൂടുമ്പോഴത്തേക്കും ആ ഒരു ലെയർ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒത്തിരി കട്ടിയൊന്നും എടുക്കാൻ പാടില്ല, ഒരു 2 ലെയർ 3 ലെയർ അത്രയൊക്കെ മതിയാവും കേട്ടോ. ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് വിട്ടായിട്ട് നമ്മൾ ആ നൂല് കയറ്റി കൊടുക്കുക കേട്ടോ. ഒന്നിട്ട് കയറ്റുമ്പോഴത്തേക്കും ഏറ്റവും എൻഡിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ആ എൻഡിനകത്ത് എവിടെ താഴെ കൂടെയാണ് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ ആയിരിക്കണം എടുക്കേണ്ടത്, അല്ലാതെ ആ സ്റ്റിച്ചിൻ്റെ തന്നെ അടിയിൽ കൂടെ എടുക്കാൻ പാടില്ല. അങ്ങനെ ആ പ്രോസസ്സ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് അറിയോ ഈ സ്റ്റിച്ചിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് കണ്ടപ്പോഴത്തേക്കും. എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ സ്റ്റിച്ചിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയില്ല കേട്ടോ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോഴത്തേക്കും അതിന് ശേഷം മേളിലോട്ട് ഒരു 5ാമത് ഞാൻ എഴുതിയിരിക്കുന്നില്ലേ, അതിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ 1ഉം 6ഉം ഇട്ടിട്ട് അതിൻ്റെ മേളിലോട്ട് അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും എങ്ങനെയാണ് കൊടുക്കേണ്ടത്. പിന്നെ മാക്സിമം നമ്മളൊരു ലൈൻ വരച്ചിരുന്ന ആ ലൈന് ഫുള്ളാക്കുന്നവരെയും നമ്മൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതായത് ആ 2 സൈഡ് കൊടുക്കുന്നതും ലൈനിൻ്റെ ലെങ്ത് ഒരേ അളവിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ലുക്ക്, അതായത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എല്ലാ ലൈനും കവറായി വരും കേട്ടോ. അപ്പോൾ ഇത് തന്നെ നോക്കിക്കുക എന്ത് ഭംഗിയാണ്. നമുക്ക് ഇതിൽ ഫ്ലവറും കൂടെ ചെയ്യാം കേട്ടോ. അതായത് ഒരു റൗണ്ട് സെൻറ്ററിൽ വരച്ചു കൊടുക്കുക, പിന്നെ ചുറ്റിനും ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ നമുക്ക് വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ലുക്ക് അതൊരു ഫ്ലവർ ആയിട്ടും കിട്ടും. അപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പ്ലീസ്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ലോക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ടല്ലോ, എന്നാലും ഞാൻ പറഞ്ഞു തരും. അതിൻ്റെ എൻഡിലായിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് തീരുന്നതിൻ്റെ അവിടെ ആയിട്ട് കുത്തി സൂചി താഴോട്ട് എടുക്കുക, എന്നിട്ട് കെട്ടിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.